പ്രസനം വന്ന് ആടിയിട്ടുണ്ട്. എവിടെ ഉണ്ടടാ നായിന്റെ മോൻ? ആ വഞ്ചിപ്പുരയുടെ അടുത്തുണ്ട്. ഒന്നും അത്ര പെട്ടെന്ന് മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്നവനല്ല ഈ സുഗണൻ. നായിന്റെ മോനെ, ഈ സുഗുണം പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ വാലി മണ്ണ് വീഴും. ഏതോ വണ്ടി എല്ലാരും അറിയാനാ പറയുന്നത്. ഇവൻ ചെയ്തതുപോലെ കളത്തിലിട്ട കാശ് ആരെങ്കിലും തിരിച്ചെടുത്താൽ മതി സുഗുണ, ഇനി തല്ലി അവൻ ചത്തുപോകും. താനൊക്കെ എന്തിനാണോ പോലീസാണെന്ന് പറഞ്ഞ് നടക്കുന്നേ? ഇവനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഈ സുഗണൻ ആരാന്ന്. മനസ്സിലായോടാ? അല്ല, സുഗുണം പൊയ്ക്കോളും, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ നല്ല റാസ്കൽ, നിനക്കിതുവരെ മനസ്സിലായില്ലേ സുഗുണൻ ആരാന്ന്? ആ എല്ലാവരോടുമായിട്ടാ പറയുന്നത്, മര്യാദക്കിരുന്ന് കളിച്ചോണം. കാശ് തീർന്നാൽ എഴുന്നേറ്റ് പൊയ്ക്കോണം. അല്ലാതെ കളത്തിലിട്ട കാശ് അനധികൃതമായി വാരിയെടുക്കാൻ ഇതെന്താ വെള്ളരിക്കാൻ പറ്റണമോ? ഇവിടെ ചോദിക്കാനും പറയാനും പോലീസുകാരുമില്ലെന്ന് വിചാരിച്ചോ? നല്ല കർമ്മനിരതനായ പോലീസ് ഇവനൊക്കെ പോലീസാക്കിയത്. എന്നെ പോലീസുകാരനാക്കിയത് നിന്റെ അമ്മായിയപ്പൻ. എനിക്ക് ഇത്രയൊക്കെ കർമ്മനിരതനാകാൻ പറ്റൂ. എനിക്ക് കെട്ടിക്കാറായ ഒരു പെങ്കൊച്ചുള്ളതാണ്. വരില്ലെന്ന് കരുതി ഞാൻ. അതെന്താ, ഇന്ന് സൺഡേ ആയിട്ട് എവിടെയും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ജീനയുടെ പപ്പ. പപ്പയ്ക്ക് എവിടാ അതിനൊക്കെ നേരമുള്ളത്? പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് പിന്നെ സൺഡേ മൺഡേ എല്ലാം ഒരുപോലെ പപ്പയ്ക്ക്. ഞാൻ പള്ളി പോവെന്ന് പറഞ്ഞ പോന്നത്. ഒരു ഫ്രണ്ടിന്റെ വീട്ടിലും കയറി അല്പം താമസിച്ച് ചെല്ലൂന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗ്യം, അപ്പൊ പിന്നെ പേടിക്കാനില്ല. പ്ലീസ് വെയിറ്റ്, ഞാൻ ഇപ്പൊ വരാം. കഴിക്കേ. എങ്ങനെയുണ്ട് മാഗസിൻ? എനിക്ക് ഭാനുമതി തമ്പുരാട്ടി തന്നതാ. ഇത്തരം വീക്കിലുകളും മാഗസിനുകളും കണ്ട് ഒറ്റത്തടിയായി കഴിയുന്ന അവരെയൊക്കെ സമ്മതിക്കണം. ചൊവ്വാദോഷമല്ലേ, കെട്ടിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ബാക്കി എന്തു വേണമെങ്കിലും ആവാം. ഞാൻ ഫോണൊന്നും എടുക്കട്ടെ. ഹലോ, ഓക്കെ പോന്നോളൂ. എന്റെ തലയ്ക്കൊരു ഭാരം പോലെ. അതിങ്ങനെ ഇരുന്നിട്ടാ. ഇപ്പൊ തന്നെ ഹെയർ കട്ടർ ജിഷ വരും. അവളെ കൊണ്ട് ഒന്ന് മസാജ് ചെയ്യിപ്പിക്കാം, അപ്പൊ മാറിക്കിട്ടും. ആ ജിഷ, നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞേ? ജീനയുടെ മുടി ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഒരു ഹെയർ മസാജ്. ജീന എഴുന്നേറ്റുള്ളൂ. സോറി, നോ പ്രോബ്ലം.
പഞ്ചായത്ത് പ്രസിഡന്റ് വലവൂര് വർക്കിച്ചിന്റെ മോളുടെ പെർഫോമൻസ്. വാവ്, സൂപ്പർ. ഇനി ആ വർക്കിച്ചിനെ സുഗണേട്ടന്റെ കൂടെ പുല്ല് പോലെ നിർത്താം. ഇത് മുഴുവൻ കാണിച്ചു കൊടുക്കണ്ട. അതിനു മുമ്പ് എന്ത് സമ്മതിക്കും വർക്കിച്ചൻ? അവന്റെയൊക്കെ സമ്മതം ആർക്ക് വേണം? ഒന്ന് വേറിട്ടി നിർത്തണം, അത്ര തന്നെ. എന്താ സുഗുണ? ഒരു പണയം. എന്റെ കൈ കാശൊന്നുമില്ല. അങ്ങനെ പറയരുത് ബെന്നിച്ചേട്ടാ, വളരെ അത്യാവശ്യം. ആ, ഉരുപ്പടി കാണട്ടെ. ഉരുപ്പടി? എന്താ? ദാ. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഈ ഭവനത്തിൽ അന്തി ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഒന്നും ചെയ്യരുത്. മിണ്ടിപ്പോകരുത്. ശബ്ദം പുറത്തു വന്ന ചാമ്പിക്കളയും. ഞങ്ങളുടെ അണ്ണൻ ഇവിടെ വന്നതേ നിങ്ങളുടെ ഭാഗ്യ. ഇനി മുതൽ ഈ ഭവനത്തിന് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാവും. മിണ്ടിപ്പോകരുത്. ബെന്നിച്ചേട്ടൻ ഇവിടെയുള്ള മുഴുവൻ തുകയും എടുത്തു വെക്ക്. മിണ്ടിപ്പോകരുത്. കൊന്നുകളയും ഞാൻ. നിന്നോടാ പറഞ്ഞത്. ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. വെക്കവിടെ. ഇതൊന്നും മതിയാവില്ല. ഊരാൻ പറ അവരോട്. എന്റെ ഊര്. വെക്ക് വേഗം. ഒരു